1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഏകദേശം ഫുൾ ചാർജ് കിട്ടുന്ന ഒരു ഫെസിലിറ്റിയാണ് അത്. പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട്. അതിപ്പോൾ കറന്റ് നമ്മുടെ ഒരു സെയിൽ ബൂസ്റ്റിംഗ് ഓഫറായിട്ട് കമ്പനി കൊടുത്തിരിക്കുന്നതാണ്. ഇലക്ട്രിക് വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഒരു സബ്സിഡി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം അത് ഈ മാസം മാർച്ച് 17 കൂടി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗായ്സ്, ഇന്ന് നമ്മളുള്ളത് ഓലയുടെ എക്സ്പീരിയൻസ് സെന്ററിലാണ് കേട്ടോ. ഇന്ന് നമ്മളിവിടെ വന്നേക്കുന്നത് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് സെന്റർ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി ചെയ്യുന്ന ഷോറൂം വിസിറ്റ് വീഡിയോ ഇല്ല, അതേപോലത്തെ ഒരു വീഡിയോ ചെയ്യാൻ ചേട്ടാ. എന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കവർ ചെയ്യാൻ പോകുന്നത് ഓൺ റോഡ് കോസ്റ്റ്, ലോസ്റ്റ് ഡൗൺ പേയ്മെന്റ്, പിന്നെ ആണെങ്കിൽ ജസ്റ്റ് ഒരു കമ്പാരിസണും വേണേൽ പറയാം. ഇപ്പം കറൻ്റ് എന്തെങ്കിലും ഓഫേഴ്സ് റൺ ആവുന്നുണ്ടോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് അത് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. ഒരു കാര്യം പറയാൻ പറ്റുക, ഇന്ന് നമ്മൾ ഉള്ളത് നമ്മുടെ കരുനാപ്പള്ളി ഒലയുടെ ഷോറൂമിലാണ് കേട്ടോ. സോറി, ഷോറൂമല്ല, എക്സ്പീരിയൻസ് സെൻറ്റർ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. ഇന്ന് നമ്മളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒലയിലെ എക്സിക്യൂട്ടീവ് ആയ ശരത് ബ്രോ കേട്ടോ ഉള്ളത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. ഹായ് ബ്രോ. ബ്രോ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് ശരത് എന്നാണ്. ഞാനിപ്പോൾ ഒലയിൽ 3 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ കരുനാഗപ്പള്ളി ഒലയിൽ സെയിൽസ് എക്സിക്യൂട്ടീവ്. ഓക്കെ. നമുക്കിപ്പോൾ ഏതൊക്കെ മോഡൽസ് ഇപ്പം കറന്റ് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്കിപ്പോൾ കറന്റ് വന്നുകൊണ്ടിരിക്കുന്ന 3 മോഡൽസാണ് ഉള്ളത്. ഓക്കെ. ഫസ്റ്റ് ഒല S1 Pro, അത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള മോഡലാണ്. S1 Pro. ഓക്കെ. മോഡൽ എന്ന് പറയുന്നത് S1 Pro ആണ്. ജനറേഷൻ 2. ഓക്കെ. അതിനകത്തല്ലേ മറ്റേ ടെലിസ്കോപ്പിക് ഫോർക്ക് ഒക്കെ വന്നേക്കുന്നത്? ഇപ്പൊ ഫോർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ സിംഗിൾ ഫോർക്ക് ആണെങ്കിലും അത് നമ്മുടെ വെർട്ടിക്കൽ സിംഗിൾ ഫോർക്ക് ആണ് വരുന്നത്. ഹൊറിസോണ്ടലായിരുന്നു. ഡുവൽ ഫ്രണ്ട് ഷോക്ക് വരുന്നുണ്ട്. പിന്നെ സെന്ററിൽ ഇവിടെ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുണ്ട്. മുമ്പ് അവിടെ ഒരു ഹമ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഡിസൈൻ മാറ്റിയിട്ട് ഇപ്പോൾ അവിടെ ഫ്രണ്ടിൽ നമുക്ക് ഫുഡ് റെസ്റ്റിന് അവിടെ ഫ്ലാറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ബാക്ക് ഗ്രാബ് ഹാൻഡിലും വ്യത്യാസം വന്നിട്ടുണ്ട്. സപ്പോർട്ട്, ബാക്ക് സപ്പോർട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ ഇപ്പോൾ വരുന്നത്. അത് 3 മോഡലിലും സെയിം ആണ് വരുന്നത്. ഓക്കെ. S1 Proയുടെ ഓൺ റോഡ് കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത്? S1 Pro ഓൺ റോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് മന്ത് വരെ 1,70,000 രൂപയിലാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട്. അതിപ്പോ കറന്റ് നമ്മുടെ ഒരു സെയിൽ ബൂസ്റ്റിംഗ് ഓഫറായിട്ട് കമ്പനി കൊടുത്തിരിക്കുന്നതാണ്. നമുക്ക് ഓൺ റോഡ് 1,52,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി ഇറങ്ങും. മുമ്പ് 1,70,000 ആയിരുന്നു. 1,70,000 ഏകദേശം 20,000 രൂപയുടെ വ്യത്യാസമുണ്ട്. ഏകദേശം നമുക്കൊരു 18,000 രൂപയ്ക്ക് അടുത്ത് വ്യത്യാസം. 18,000 രൂപയുടെ വ്യത്യാസമുണ്ട്. ഓഫറാണ്, ലിമിറ്റഡ് പീരീഡ് ഓഫർ. ഇനി വരുന്ന ഒരു കുറച്ച് ദിവസങ്ങളിലേക്ക് മാത്രമാണ്. 31 തീയതി മാർച്ച് അവസാനം വരെ ഉണ്ടാവും പറഞ്ഞെങ്കിലും നമുക്കത് എപ്പോൾ വേണമെങ്കിലും അത് ക്ലോസ് ചെയ്യാവുന്ന ഒരു ഓഫർ. അത് ലിമിറ്റഡ് പീരീഡ് ഓഫറാണ്. ഓക്കെ. ഇപ്പൊ 50 സംതിങ്ങിന് 52 വരുന്നത്. ഓക്കെ. ഇതിന്റെ ഏകദേശം ലോസ്റ്റ് ഡൗൺ പേയ്മെന്റ് എത്ര വരുന്നത്? അത് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓരോരുത്തരുടെ സിവിൽ സ്കോർ വെച്ചിട്ട് വ്യത്യാസം വരുന്നുണ്ട്. എന്നാലും നമുക്കൊരു 10,000 15,000 ഒക്കെ നല്ല സിവിൽ സ്കോറുള്ളവർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. പക്ഷേ 5,000 മുതൽ 7,000 രൂപ ആ റേഞ്ചിലൊക്കെ വരും. നമ്മുടെ സ്റ്റാർട്ടിംഗ് മോഡലൊക്കെ ആ ഒരു റേഞ്ചിൽ. ഇതിന് എത്രയായിരുന്നു വരുന്നത്? മിനിമം ഒരു 20,000 കൂട്ടാം. 20,000 അകത്ത് തന്നെ വരാമില്ല. ഓക്കെ. ഇതിന് വേറെ എന്തെങ്കിലും ഓഫേഴ്സ് വരുന്നുണ്ടോ? ഇതിന് ബാറ്ററിക്ക് അങ്ങനെയൊക്കെ? അതായത് ഇപ്പൊ നമുക്ക് വാറണ്ടിയിലും കമ്പനി ഇപ്പൊ ഒരു കമ്പനി കൊടുക്കാത്തൊരു ഓഫർ പോലെ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. അതായത് ബാറ്ററി വാറണ്ടിയില് നോർമലി മുമ്പ് 3 വർഷം നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള വാറണ്ടി ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോ 8 വർഷം 80,000 കിലോമീറ്റർ നമുക്ക് വാറണ്ടി കമ്പനി കൊടുക്കുന്നുണ്ട്. 8 വർഷം അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ വരെ. 8 വർഷം ഇല്ലെങ്കിൽ 80,000 കിലോമീറ്റർ ഇൻബിൽറ്റ് വാറണ്ടി. അത് കൊള്ളാലോ. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് വാറണ്ടി 8 വർഷം തന്നെ നമുക്ക് കിലോമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യാം, ബൂസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് 80,000 എന്നുള്ളത് 1,00,000 ആക്കാം. അല്ലെന്നുണ്ടെങ്കിൽ 1,25,000 വരെയും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഏകദേശം ഡബിൾ കൂടുതലുണ്ടല്ലോ ഇപ്പൊ നേരത്തെ കാട്ടി. വണ്ടിയുടെ ലൈഫ് സൈക്കിൾ വരെയും ഫുള്ളും നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അടുത്ത മോഡൽ വരുന്ന S1 Air ഇല്ലേ? S1 Air എന്ന് പറയുമ്പോൾ നമുക്ക് ഓൺ റോഡ് നമുക്ക് ഒരു 1,22,000 രൂപ നമുക്കിപ്പോ വരുന്നുണ്ട്. 1,22,000 രൂപ. ഒന്ന് 37 ആയിരുന്നു. ഈ ഓഫർ എല്ലാം ഇതിനുമുണ്ട്. സെയിം ഓഫർ ഇതിന് എല്ലാത്തിനും വരുന്നുണ്ട്. ഇതിനൊരു 15,000 അടുത്ത് ഇപ്പൊ ഓഫർ വരുന്നുണ്ട്. ഓക്കെ. 15,000 രൂപയുടെ വ്യത്യാസം ഇതിനും വരുന്നുണ്ട്. ഓക്കെ. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ S1 Proയുടെ കൂട്ട് തന്നെയുള്ള ക്ലസ്റ്റർ ആയിരിക്കും വരുന്നത്. നമുക്ക് HMI, അതായത് ടച്ച് സ്ക്രീനും TFT ഡിസ്പ്ലേ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. അതായത് നമുക്ക് ടച്ച് സ്ക്രീൻ തന്നെ യൂസ് ചെയ്യാം. ഇൻബിൽറ്റ് നാവിഗേഷൻ ഉണ്ടാവും, വൈഫൈ, ബ്ലൂടൂത്ത് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം അതിനകത്ത് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും. അതെല്ലാം നമുക്ക് വരുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ കുറച്ചുകൂടെ പവർ കുറഞ്ഞ, അതായത് കുറച്ചുകൂടെ പവർ കുറഞ്ഞ മോട്ടർ ആയിരിക്കുന്നേ ഉള്ളൂ. ഒരു 6 കിലോവാട്ടിന്റെ മോട്ടർ ആയിരിക്കും. 6 കിലോവാട്ടിന്റെ നമുക്ക് 11 കിലോവാട്ടിന്റെ മോട്ടർ. 11 കിലോവാട്ടിന്റെ അതും BLDC ബെൽറ്റ് ഡ്രൈവ് മോട്ടറാണ് ടോപ്പ് വണ്ടിയിൽ വരുന്നത്. ടോപ്പ് വണ്ടിക്ക്
വരുമ്പോൾ നമ്മുടെ ഹബ് മോട്ടർ ആയിരിക്കും, വീലിൽ തന്നെ വരുന്ന മോട്ടർ. വീലിൽ തന്നെ. ആ ഓക്കെ. അത് 6 കിലോവാട്ടാണ്. 6 കിലോവാട്ട്. ഇത് 12 ഇല്ലേ? ഇത് 11 കിലോവാട്ട്. ബാറ്ററി വരുമ്പോൾ 4 കിലോവാട്ടിന്റെ ബാറ്ററി ഇൻബിൽറ്റ് ആയിട്ടുണ്ട് ഇതിനകത്ത്. ഓക്കെ. അതുകൊണ്ടാണ് ഇതിന് നമുക്ക് റേഞ്ച് കൂടുതൽ കിട്ടും. റേഞ്ച് കൂടുതൽ ആകുമ്പോൾ നമുക്ക് ഒരു ഫുൾ ചാർജിൽ 145 കിലോമീറ്റർ നോർമൽ മോഡിലും എക്കോ മോഡ് എന്ന് പറയുന്ന മോഡിൽ 180 വരെ മൈലേജ് കിട്ടും. 180 വരെ കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ. എയർ ആകുമ്പോൾ നമുക്ക് 100 കിലോമീറ്റർ ആണ് നോർമലി കിട്ടുന്നത്. നമുക്ക് എക്കോ മോഡിൽ 125 വരെ മൈലേജ് കിട്ടും. എക്കോ മോഡ് 125 വരെ കിട്ടും. അത് നമുക്ക് അത് നല്ലൊരു മൈലേജ് ഫിയർ ആട്ടോ. അതെ, കാരണം ഈ ഒരു റേഞ്ചിൽ ഇപ്പോൾ ഒരു കമ്പനി ഇത്രയും വലിയൊരു മൈലേജ് കൊടുക്കുന്നില്ല. ഈ ബാറ്ററി ഓഫറും എല്ലാം ഇതിനും ഉണ്ട്, ഇതിനും വരുന്നുണ്ടല്ലേ? ആ ഇതേ ഗൈസ്, ഇപ്പൊ നമ്മുടെ എയറിനകത്ത് ഈ പറഞ്ഞ പോലെ 8 വർഷത്തെ ബാറ്ററി വാറണ്ടിയും കൊടുക്കുന്നുണ്ട്, പിന്നെ 80,000 കിലോമീറ്ററിന്റെ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതേ വേണമെങ്കിൽ ഈ ക്യു ആർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ഇപ്പോൾ കറന്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റാർട്ടിംഗ് മോഡൽ ഇതാണ്. ഓക്കെ, ബേസ് മോഡലായിട്ട് കൊടുക്കുന്നത്. ബേസ് മോഡൽ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ സ്റ്റാർട്ടിംഗ് മോഡലാണ്. പെർഫോമൻസ് ബേസിൽ നമ്മുടെ സെക്കൻഡ് മിഡിൽ വേരിയന്റ് അത്രയും സെയിം പെർഫോമൻസ് കിട്ടുന്ന വണ്ടിയാണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് 1,17,000 ആയിരുന്നു ഓൺ റോഡ് പ്രൈസ്. 1,17,000. ഇപ്പൊ നമുക്ക് ഓഫർ വന്നിട്ടുണ്ട്. അത് ഇതിന്റെ കൂട്ട് തന്നെ നമുക്ക് 15,000 രൂപ ഡിസ്കൗണ്ട് ഇതിനും വരുന്നുണ്ട്. 15,000 രൂപ ഓഫറിലുള്ളതാണ്. അപ്പോൾ ഓൺ റോഡ് 1,02,000 രൂപ. 1,02,000 രൂപ വരുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ. ഇതിന്റെ മൈലേജ് ഒക്കെ എങ്ങനെയാ കിട്ടുന്നത്? റേഞ്ച് എയറിന്റെ അതേ മൈലേജ് തന്നെയാണ് വരുന്നത്. സെയിം ബാറ്ററിയാണ്, 3 ബാറ്ററിയാണ്. നമുക്ക് ഒരു ഫുൾ ചാർജിൽ നോർമൽ 100, എക്കോയിൽ 125 വരെ കിട്ടും. പിന്നെ വ്യത്യാസം എന്തൊക്കെയാ വരുന്നത്? മോട്ടറും സെയിം ആണ് വരുന്നത്, എയറിന്റെ കൂട്ട് തന്നെ. വ്യത്യാസം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രുമെന്റ്, നമ്മുടെ ക്ലസ്റ്റർ ഉണ്ടല്ലോ, അതായത് HMI എന്നാണ് നമ്മുടെ ഒലയിൽ ഇത് പറയുന്നത്. മെഷീൻ ഇന്റർഫേസ്, അതായത് നമ്മുടെ ടച്ച് സ്ക്രീൻ ആണ്. ടച്ച് സ്ക്രീൻ പ്രോയിലും എയറിലും വരുമ്പോൾ നമുക്ക് ടച്ച് സ്ക്രീൻ അല്ല വരുന്നത്, നമുക്കൊരു ബട്ടൺസ് ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യുന്ന. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതിൽ നമുക്ക് ജസ്റ്റ് ഈ പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രീൻ ഓൺ ആവും. സ്ക്രീൻ ഓൺ ആവും. ഇത് ചെറിയൊരു സ്ക്രീൻ അല്ലേ? ഇത് വരുമ്പോൾ 5 ഇഞ്ചിന്റെ ഒരു സ്ക്രീൻ ആയിരിക്കും. ഇത് മറ്റേ പാസ്കോഡ് വെച്ച് തന്നെയാണ് എൻ്റർ ചെയ്യുന്നത്. പക്ഷേ പാസ്കോഡ് നമ്മൾ നാവിഗേറ്റ് ചെയ്യാൻ ഇവിടുത്തെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഇൻഡിക്കേറ്റർ ബട്ടൺ യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് സൈഡ് വോളിയം അപ്പ് ഡൗൺ ബട്ടൺ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ നമ്പർ അടിക്കാനും പറ്റും. ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഒരു നമ്പർ, ഇപ്പോൾ ഇതിന്റെ പാസ്വേഡ് ഞാൻ ജസ്റ്റ് അടിച്ചു കാണിക്കാം. ഇത് മറ്റേ ജോയ്സ്റ്റിക് പോലെ വർക്ക് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ഫുൾ പാസ്വേഡ് ചെയ്തു. ജസ്റ്റ് പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്ലേ പോസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേ വണ്ടി ഓണാവും. ഓക്കെ ഓക്കെ. നമുക്ക് ഇതിന്റെ കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചാലോ? ഇതിപ്പോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള വളരെ സിമിലർ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സിസ്റ്റം ആയിരിക്കും. നമ്മുടെ ടച്ച് സ്ക്രീൻ ആയിരിക്കും. നമ്മൾ പാസ്വേഡ് അതിൽ കൊടുക്കുന്നു, ഓണായി വരുന്നു. കുറച്ചുകൂടെ ഈസിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇത്. അതിന്റെ വില വ്യത്യാസമുണ്ട്. ഇപ്പൊ 1,02,000, ഇത് 1,22,000 ആണ്. 22,000, ഏകദേശം 20,000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, 20,000 രൂപയുടെ വ്യത്യാസമില്ല. ഈ 20,000 രൂപ അധികം കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെയാ നമുക്ക് ഇതിനകത്ത് അധികം കിട്ടുന്നത്? ഇതിൽ അധികം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഈ പറയുന്ന ക്ലസ്റ്റർ വ്യത്യാസമാണ്. ക്ലസ്റ്ററിന്റെ വ്യത്യാസം വരുന്നുണ്ട്. സ്ക്രീൻ ആയിരിക്കും ഇതിൽ വരുന്നത്. ഓക്കെ, ഈസി ടു യൂസ് ആയില്ലേ? അതെ, ഈസി ടു യൂസ് ആണ്. പിന്നെ നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് തന്നെ നമുക്ക് നാവിഗേഷൻ ഉണ്ടാവും. ഇപ്പം ഒലയുടെ മാപ്പ് ആയാലും മാപ്പ് ഇന്ത്യയൊക്കെ ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് ഇൻബിൽഡ് ആയിട്ട് തന്നെ ഉണ്ട്. നമുക്ക് 10x10 നാവിഗേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ബ്ലൂടൂത്ത് ഉണ്ട് ഇതിൽ. നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10x10 നാവിഗേഷന് പറ്റത്തുള്ളൂ. ഇതിൽ വരുമ്പോൾ നമുക്ക് അതിന്റെ കൂടാതെ നമുക്ക് ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് വൈഫൈ ഉണ്ടാവും, ബ്ലൂടൂത്ത് ഉണ്ടാവും, നമുക്ക് മാപ്സ് ഉണ്ടാവും. പിന്നെ നമുക്ക് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഇതിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് തന്നെ ചെയ്യാം. ഓക്കെ. ഇതിന് കൂടാതെ മെയിൻ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിൽ വരുമ്പോൾ ഇവിടെ നോക്കും പറയും, ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു നോക്കും. ഇത് നമുക്ക് ഇവിടെ സ്പീക്കർ വരുന്നില്ല, നമുക്ക് ഇവിടെ ഒരു ബോക്സ് ആണ്, ഗ്ലോ ബോക്സ് പോലെ. മറ്റേ ഗ്ലോ ബോക്സ് പോലെ ഫോണൊക്കെ വെക്കാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ എയറിനാവുമ്പോൾ നമുക്ക് സ്പീക്കേഴ്സ് വരുന്നുണ്ട് ബോക്സിന്റെ. ഇവിടെ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മ്യൂസിക് കണക്ട് ചെയ്ത് മ്യൂസിക് കേൾക്കാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് കണക്ടിവിറ്റി ആയിട്ട്. ഓക്കെ. ഇതിപ്പോ നമ്മൾ റൈഡിംഗ് മോഡൊക്കെ മാറ്റുന്ന ടൈമിൽ ഇത് സൗണ്ടും വരത്തില്ലേ? സൗണ്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഉണ്ടല്ലേ? ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ഇതേ ഉള്ളൂ. ബാക്കി നമ്മുടെ മോട്ടറും ബാറ്ററി എല്ലാം സെയിം തന്നെ. ഓക്കെ. നമുക്ക് അറിയേണ്ട ഇതിന്റെ ഓൺ റോഡ് കോസ്റ്റ് എങ്ങനെയാണെന്ന്. ഇത് ഓൺ റോഡ് കോസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓഫർ ഉണ്ട്. 1,02,000 രൂപ. ലോസ്റ്റ് ഡൗൺ പേയ്മെന്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് അറൗണ്ട് 5,000 തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യും, നല്ല സിബിൽ ഉള്ളവർക്കാണ്. ഓക്കെ, അത്യാവശ്യം നല്ല സിബിലുള്ള ആൾക്കാർക്കൊക്കെ 5,000 തൊട്ടൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യില്ലേ? പിന്നെ നമുക്ക് എയർ ആകുമ്പോൾ നമുക്കൊരു 10,000 15,000 ആ റേഞ്ചിനകത്ത് വരും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 20,000 വരും. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ ആ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. ഇലക്ട്രിക് വണ്ടി ആണെങ്കിലും ഇതിനകത്ത് സൗണ്ട് വരുന്നുണ്ട്. റൈഡിംഗ് മോഡ്സ് ഒക്കെ മാറ്റുന്ന ടൈമിൽ ഓരോ സൗണ്ട് ഒക്കെ നമുക്ക് കേൾക്കാം. നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഇതായിരിക്കും വരുന്ന സ്ക്രീൻ വരുന്നത്. നമ്മൾ സ്ക്രീനിൽ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പം, അതായത് നമ്മൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. ജസ്റ്റ് ഞാൻ വലത്തെ കണ്ട് കാണിച്ചു തരാം. പിടിക്കുക,
അപ്പോൾ നമ്മുടെ സ്ക്രീൻ മാറാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് ഏത് തീം വേണമെങ്കിലും കൊടുക്കാം. ഓരോ തീമിനും ഓരോ സൗണ്ടും കാണും. ഇപ്പോൾ ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊടുത്തതിന് ശേഷം അപ്ലൈ കൊടുക്കുമ്പോൾ നമ്മൾ ഓൺ ആക്കിയതിന് ശേഷം സൗണ്ട് ഒക്കെ കേട്ടില്ല കേട്ടോ. ഇത് സോഫ്റ്റ്വെയർ സൗണ്ട് ആണ്. നമുക്ക് വേറെ ഒരു മോഡ്, ഇതിപ്പം കെയർ എന്ന് പറഞ്ഞ പുതിയ മോഡാണ്. ഇത് MOOIS 4 വന്ന മോഡാണ്. ഇതിന് വേറൊരു മൈന്യൂട്ട് ആയിട്ടുള്ള സൗണ്ട് ആണ് വരുന്നത്. ഇതിന്റെ അപ്ഡേറ്റ് എങ്ങനെയാ പുഷ് ചെയ്യുന്നത്? മന്ത്ലി ആണോ ഇയർലി ആണോ? ഇത് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അപ്ഡേറ്റ്സ് ആണ് വരുന്നത്. ഓൺ ദെയർ അപ്ഡേറ്റ്സ് ആയിരിക്കും. അതിന് മന്ത്ലി ഇയർലി ഇല്ല. അതായത് നമുക്ക് ഏത് ടൈമും വരാം. അത് കമ്പനി ഒരു പുതിയൊരു അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് കിട്ടും. നോർമലി 6 months 1 yearനകത്തുള്ള അപ്ഡേറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ. അടുത്ത മോഡിന്റെ സൗണ്ട് കേൾപ്പിച്ചു തരാം. ഇത് കുറച്ചുകൂടെ അവിടോട്ട് വെക്കുമ്പോഴായിരിക്കും കേൾക്കാൻ പറ്റും. ഒരു മൈന്യൂട്ട് സൗണ്ട്. നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. കാരണം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ വണ്ടി കുറച്ചുകൂടെ എക്കോ ഫ്രണ്ട്ലി ആണ്. പൊല്യൂഷൻ ഇല്ല. ആ ഒരു രീതിക്കുള്ള ഒരു സൗണ്ട് ആയില്ലേ. നമ്മുടെ വിന്റേജ് എന്ന് പറയുന്ന മോഡാണ്. ഓക്കെ. അപ്ലൈ ചെയ്യുമ്പോൾ ഓക്കെ ജസ്റ്റ് ഓൺ ആക്കിയതിനു ശേഷം പുതിയതായിട്ട് വരുന്ന മോഡൽസ് ഏതൊക്കെയാ? 3 മോഡൽസ് എന്താ പുതിയതായിട്ട് ന്യൂലി വരുന്ന ഒരു റൂമേഴ്സ് ഒക്കെ കേട്ട്. വിൻഡോ ഓപ്പൺ ആണ്. ഓക്കെ, നമുക്കിപ്പം പർച്ചേസ് ചെയ്യല്ലേ? പർച്ചേസ് ചെയ്യാം. അത് നമുക്ക് 2 months വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. 2 months വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്. ഓക്കെ. ലോൺ ഫെസിലിറ്റിയും അതുപോലെ തന്നെ നമുക്ക് ഫുൾ പേ ചെയ്യാനാണെങ്കിൽ ഫുൾ പേയ്മെന്റ് ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ ഓപ്പൺ ആണ്, നമുക്ക് പേയ്മെന്റ് ചെയ്യാം. അതിനകത്ത് വരുമ്പോൾ നമ്മുടെ ഈ ഡിസൈൻ ഇത് സെയിം എക്സ്പ്രസിന്റെ ഡിസൈൻ ആണ്. അത് ഈ ഡിസൈൻ അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇതിന് നമുക്ക് ഡിജിറ്റൽ കീ ഉള്ളതുപോലെ തന്നെ അതിനകത്ത് ഫിസിക്കൽ കീ ഉണ്ടാവും എന്നുള്ള ഒരു പ്രത്യേകത വരുന്നത്. അതിനകത്ത് 3 ബാറ്ററി വേരിയന്റ് വരുന്നുണ്ട്. 3 kilowatts, 3 kilowatts, 4 kilowatts. ഓക്കെ. അപ്പോൾ ആ 2 kilowatts ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് മോഡൽ അതിനകത്ത്. ഓക്കെ. അതിന്റെ റേഞ്ച് എങ്ങനെയാ വരുന്നത്? അത് അറൗണ്ട് നമുക്ക് 90 കിലോമീറ്റർ വരെ ട്രൂ നമ്മുടെ സർട്ടിഫൈഡ് റേഞ്ച് വരുന്നുണ്ട്. ട്രൂ റേഞ്ച് അറൗണ്ട് 70 ആ ഒരു റേഞ്ച് വരെ കിട്ടും. ഓക്കെ. പിന്നീട് അതിന്റെ 3 kilowatt വരുമ്പോൾ നമ്മുടെ ഈ പറയുന്ന എയറിന്റെയും എക്സ്പ്ലസിന്റെയും കൂട്ടി തന്നെ 100 കിലോമീറ്റർ നമ്മുടെ നോർമലിലും 125 നമുക്ക് എക്കോ മോഡിലും കിട്ടും. ഓക്കെ. പിന്നെ 4 kilowatt ആണ് അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. 4 kilowatt ആണ്. 4 kilowatt കാരണം നമ്മുടെ S1 Pro എന്ന് പറയുന്ന ഹയസ്റ്റ് മോഡൽ മാത്രമായിരുന്നു 4 kilowatt ബാറ്ററി ഉണ്ടായിരുന്നു. അതിനകത്ത് നോർമലി 150 വരെ മൈലേജ് കിട്ടുന്ന അതിനായിരുന്നു. കമ്പനി ഈ ഒരു മോഡൽ 4 kilowatt ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം ചില കസ്റ്റമേഴ്സിന് അത്രയും ഒരു ബഡ്ജറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഇത്രയും നമ്മുടെ ടെക് ഫീച്ചേഴ്സ് ഒന്നും വേണ്ട എന്നുള്ള മാക്സിമം മൈലേജിന് വേണ്ടിയിട്ടുള്ള മൈലേജിന് വേണ്ടിയിട്ടാണ് ആ ഒരു മോഡൽ ഇറക്കുന്നത്. നമ്മുടെ റോഡ് അതേ മൈലേജ് കിട്ടും. ഓക്കെ. ഓൺ റോഡ് അറൗണ്ട് 1,27,000 രൂപയാണ് ആ വണ്ടി വരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഇതിൽ കണ്ടുപോലുള്ള TFT ഡിസ്പ്ലേ ഒന്നും കാണത്തില്ല. മറ്റേത് കണ്ടതുപോലുള്ള സാധാ ഡിസ്പ്ലേ ആയിരിക്കും. ഓക്കെ. കീ ഉണ്ടാവും. നമുക്ക് 180 കിലോമീറ്റർ വരെ എക്കോ മോഡ് റേഞ്ച് അതിന് വരുന്നുണ്ട്. 180 വരുന്നുണ്ടല്ലോ. അത് നല്ലൊരു മൈലേജ് ആണ്. അറൗണ്ട് ഇതിന് 152 വരുന്നിടത്ത് അത് 1,27,000 രൂപ. ഓക്കെ. ഏകദേശം 25,000-22,000 രൂപയുടെ വ്യത്യാസമാണ്. ഓക്കെ. അതിന്റെ ലോസ്റ്റ് ഡൗൺ പേയ്മെന്റ് ഒക്കെ എങ്ങനെയായിരിക്കും വരുന്നത്? ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ 10,000 15,000 ആ റേഞ്ച് വരുമല്ലേ? ഓക്കെ. അത് വേറെ അല്ലാതെ എന്തെങ്കിലും അഡീഷണൽ ഫീച്ചേഴ്സോ അതിനെന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സോ എന്തെങ്കിലും ഒക്കെ? ഇപ്പം നമുക്ക് 8 year വാറന്റി അതിന്റെ കൂടെ തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പൊ ഈ കിടക്കുന്ന പ്രൈസും ഇൻട്രോഡക്ടറി പ്രൈസ് ആണ്. അത് കൂടാൻ ഉടനെ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പ്രൈസ് ആണ്. ഈ ഒരു പ്രൈസിൽ ഇത്രയും വലിയ റേഞ്ചും ഒന്നും ഒരു കമ്പനിയും ഓഫർ ചെയ്യുന്നില്ല. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഒലയുടെ ആണെങ്കിലേ ചാർജിങ്ങിന്റെ ഒരു സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെയാ? ഇപ്പൊ ചാർജിങ് നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് വണ്ടിയുടെ കൂടെ തന്നെ നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് ചാർജർ നമുക്ക് ഹോം ചാർജർ ആണ്. നോർമലി അതെന്ന് പറയുമ്പോൾ ഒരു 6.5 hours എടുക്കും നമുക്ക് പ്രോ എന്ന് പറയുന്ന മോഡല് ചാർജ് ആവാൻ. എക്സ്പ്ലസ് ഒക്കെ ഒരു 5 hours കൊണ്ട് ചാർജ് ആവുന്ന രീതിയിലുള്ള 50 വോൾട്സിന്റെ ചാർജർ വരുന്നത്. ഓക്കെ. അത് നമ്മള് എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. പിന്നീട് നമുക്ക് ചാർജർ ഇപ്പൊ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് ഓൺലൈനിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അതിന്റെ റേറ്റ് എങ്ങനെയാ വരുന്നത്? 30,000 രൂപ വരെ നമുക്ക് 30,000 രൂപ. ഓക്കെ. അതിന് എങ്ങനെയാ ഫാസ്റ്റ് ചാർജിങ് എത്ര മിനിറ്റ് എന്ന് പറഞ്ഞാല് ഒലയ്ക്ക് ഒരു ഹൈപ്പർ ചാർജിങ് ഉണ്ട്. അതായത് ഒല ഹൈപ്പർ ചാർജിംഗ് എന്ന് പറയുന്ന നെറ്റ്വർക്ക്സ് ഉണ്ട്. നമുക്ക് പുറത്തൊക്കെ ഇപ്പം തിരുവനന്തപുരം, തൃശ്ശൂർ, എറണാകുളം, കോഴിക്കോട് എല്ലാം നമുക്ക്
ആ ഒരു ഫെസിലിറ്റീസ് ഹൈപ്പർ ചാർജിംഗ് 10,000 അങ്ങനെയുള്ള ഹൈപ്പർ ചാർജിംഗ് സ്റ്റേഷൻസ് വരുന്നുണ്ട് പുതിയതായിട്ട്. ഓക്കെ, 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഏകദേശം ഫുൾ ചാർജ് കിട്ടുന്ന ഒരു ഫെസിലിറ്റി ആണത്. ഓക്കെ. അതിന്റെ ഒരു 75% ഫാസ്റ്റ് ആയിരിക്കും ഈ മേടിക്കാൻ പറ്റുന്ന ഫാസ്റ്റ് ചാർജർ. ഹൈപ്പർ ചാർജറിനോളം ഒരു 75% അതിന്റെ അത്രയും ഫാസ്റ്റ് ആയിരിക്കും. അതിന്റെ അത്രയും തന്നെ ഫാസ്റ്റ് ഇതിനും കിട്ടുന്നുണ്ട്. ഫാസ്റ്റ് ചാർജ് നമുക്ക് കിട്ടും 30,000 രൂപയ്ക്ക്. 1.5 hours കൊണ്ട് നമുക്ക് ഫുൾ ചാർജ്, 2 hours കൊണ്ടൊക്കെ ഫുൾ ചാർജ് ആവുന്ന 2 hours കൊണ്ട് ഫുൾ ചാർജ് ആക്കല്ലേ? ഓക്കെ. ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഗൈസ്, ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ വിട്ടുപോയി. നമ്മുടെ ഈ ഇലക്ട്രിക് വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഒരു സബ്സിഡി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം അത് ഈ മാസം മാർച്ച് 17 കൂടി അത് സ്റ്റോപ്പ് ആവും. ഈ ഇലക്ട്രിക് വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ എടുക്കുന്നത് കേട്ടോ നല്ലത്. എന്തിനാണ് നമ്മൾ ആ സബ്സിഡി കളയുന്നത്? ഏകദേശം 20,000 രൂപ മുതൽ 25,000 രൂപ വരെ ആ റേഞ്ചിലൊക്കെ നമ്മുടെ സബ്സിഡിയും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾ എടുക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടെ ഈ കരുനാഗപ്പള്ളി ഒലയിൽ തന്നെ ഉണ്ട് സർവീസും കാര്യങ്ങളും ഒക്കെ. നിങ്ങൾ എന്തെങ്കിലും എൻക്വയറീസോ ടെസ്റ്റ് റൈഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ കരുനാഗപ്പള്ളി ഒലയിലേക്ക് വരിക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.